ഇപ്പോൾ നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച അനന്തുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്ക് എത്തിക്കുകയാണ്. അനന്തു വിജയ് ഇന്നലെയാണ് രാത്രി മരിച്ചത്. ഇറച്ചി വിൽപ്പനയുമായി ബന്ധപ്പെട്ട്, വന്യമൃഗങ്ങളുടെ ഇറച്ചി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇറച്ചി വിൽപ്പനക്കാർ സ്ഥാപിച്ച കെണിയിൽ നിന്നാണ്, വൈദ്യുതി കെണിയിൽ നിന്നാണ് അനന്തുവിന് ഷോക്കേറ്റതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ വിവാദം കൂടിയായിരിക്കുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അനന്തു വിജയുടെ കുടുംബത്തിനാണ് എല്ലാ നഷ്ടവും ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനോടകം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വ്യക്തമാകും. അപ്പോൾ എങ്ങനെയാണ് മരണം എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഔദ്യോഗികമായി ലഭിക്കുകയും ചെയ്യും. ഇന്നലെയാണ് അനന്തു വിജയ് മീൻ പിടിക്കാൻ പോകുന്നതിനിടെ, സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിക്കാൻ പോകുന്നതിനിടെ ഷോക്കേറ്റത്. നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയാണ്. ഒരു നിർധന കുടുംബത്തിലെ അംഗമായിട്ടുള്ള അനന്തുവിന് ദാരുണമായ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അജിത് ബാബുവാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അജിത്ത്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുകയാണ്. ഇനി മൃതദേഹം വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത്? പിന്നിൽ അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ അനന്തുവിൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണത്. ഇപ്പോൾ ഇവിടെ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ ഇത്തരത്തിൽ പൊതുദർശനത്തിന് വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം വീടിനോട് ചേർന്നുള്ളൊരു മറ്റൊരു സ്ഥലത്താണ് സംസ്കാരം നടക്കുക. വീടിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലമാണ്. അവിടെയാണ് സംസ്കാര കാര്യങ്ങളൊക്കെ നടക്കുക. ഏതാണെങ്കിലും ബന്ധുക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം ഏറ്റുവാങ്ങി ഇത്തരത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വലിയ, നമുക്കറിയാം, കേരളത്തെ ആകെ വേദനയിലാഴ്ത്തിയ ഒരു മരണം. ആ മരണവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായാണ് ഇന്നലെ ഈ കുടുംബമൊക്കെ ആകെയാണെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിന്ന് അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം പുറത്തെത്തിച്ച് കൊണ്ടുപോകുന്ന നടപടികളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ വലിയ തരത്തിലുള്ള ക്രമീകരണം നേരത്തെ ഇന്നലെ ജില്ലാ ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ക്രമീകരിച്ചെങ്കിലും പിന്നീട് ഇത്തരത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ തന്നെ ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ ഇവിടെ വെച്ചാണ് പൂർത്തിയായത്. അതിനുശേഷം അല്പം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞത്. ഇനി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആംബുലൻസ് പുറപ്പെടുകയാണ്. ഏതാണെങ്കിലും കേരളത്തെ ആകെ വേദനയിലാഴ്ത്തിയ സംഭവം, പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി തന്നെ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമാണ്. ഇതിൽ UDF ഇന്നലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമടക്കം ഉയർത്തുകയും ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് അൻവറും അതുപോലെ തന്നെ ഒക്കെ ഈ വിഷയം സർക്കാരിനെതിരെയുള്ള പ്രധാന ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് LDF ഉൾപ്പെടെ ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ അതിനോട് പ്രതിരോധിക്കാനുള്ള സമീപനവും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനെല്ലാം അപ്പുറത്ത് അത് മറ്റൊരു വിഷയമാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക് 15 വയസ്സുകാരനായ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ബാക്കി നിന്ന ഒരു കുഞ്ഞനുജൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് അതിദാരുണമായ സംഭവമാണ്. ഇത്തരത്തിൽ ഇന്നത്തെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ കാഴ്ചപ്പാടുകളെല്ലാമാണ് ഇവിടെ അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് ഈ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഫുട്ബോൾ കളിച്ച് അതിനുശേഷം മീൻ പിടിക്കാൻ പോയ സമയത്തുണ്ടായ ഈ ദാരുണമായ അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ബാക്കിയുള്ളവരുടെ മാനസികാവസ്ഥ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ അതൊന്നും മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയോ നമുക്കത് പുറത്തു നിന്ന് പറയാൻ കഴിയുന്ന ഒന്നല്ല. പറയാമെന്നതിനപ്പുറത്തേക്ക് അവരനുഭവിക്കുന്നത് ആ വേദന മറ്റാർക്കും അതിൽ പങ്കുചേരാൻ കഴിയില്ല. അത്രത്തോളം വലിയ നിർവചിക്കാൻ കഴിയാത്തത്രയും വലിയ പ്രതിസന്ധിയിലാണ് കുടുംബം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇനിയിപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരുമ്പോഴാണ് ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ, മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ തന്നെ ഈ വലിയ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായ പശ്ചാത്തലം ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളുടെ തുടർച്ച ഈ വിഷയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഈ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിലമ്പൂരിൽ, അതായത് ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നോക്കുമ്പോൾ അതിൽ പ്രതികരണങ്ങൾ എത്രമാത്രം അത് ചർച്ച ചെയ്തു, കേരളം ആ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല നിലമ്പൂരിലെ തുടക്കം മുതൽ വന്യജീവി പ്രശ്നം സജീവ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാകുന്ന ഘട്ടത്തിൽ അതിന് ആ ഒരു ആംഗിളിൽ അവതരിപ്പിക്കാൻ UDFും അതോടൊപ്പം തന്നെ PV അൻവറും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ LDFും ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആംബുലൻസ് ഇവിടുന്ന് ഇത് രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പ് അംഗമാണ്, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അംഗമാണ്. അപ്പോൾ ആ വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യബോധത്തോടെ കേരളത്തിൻ്റെ മലയോര മേഖലയിലെ യഥാർത്ഥ ജനജീവിതം ഇതാണ്. വന്യമൃഗങ്ങളെ പേടിക്കണം, അല്ലെങ്കിൽ നായാട്ടുകാരെ പേടിക്കണം. ഇതിപ്പോൾ പന്നിക്കെണിക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു ഷോക്കാണ്, അനധികൃതമായി സ്ഥാപിച്ചതാണ് എന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മുടെ മൈക്കിന് മുമ്പിൽ നിന്ന് പറയുകയാണല്ലോ. അപ്പോൾ ജനങ്ങൾ എത്രത്തോളം ദുരിതപൂർവമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് അനന്തുവിനെ പോലുള്ള ഓരോ മനുഷ്യരും. അനന്തു യഥാർത്ഥത്തിൽ മലയോര മേഖലയുടെ രക്തസാക്ഷി തന്നെയാണ്. തീർച്ചയായും പേരില്ല, അത് കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരത്തിൽ ഈ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സ്വാർത്ഥ താല്പര്യോടും കൂടിയൊക്കെ ഈ കാര്യത്തിൽ ഇടപെടുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നു. ആ സമീപനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. അതാരാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. ജനങ്ങളുടെ ജീവിതം, മനുഷ്യരുടെ സ്വന്തമായി സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശം, ഇതെല്ലാം ചെയ്യപ്പെടുമ്പോഴാണ് സ്വാഭാവികമായും അതിന് വളരെ ഗൗരവം, ബിനിൽ പറഞ്ഞ പോലെ തന്നെ അതിന് വലിയ ഗൗരവമുള്ളത്. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായി ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യും. പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ പല രീതിയിൽ, അതായത് ഏതെങ്കിലും ഒരു വന്യജീവി പ്രശ്നം മാത്രമെന്നുള്ള നിലയ്ക്കല്ല, പല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർ ആ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ അവരുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാ നിരത്തിലുള്ള പ്രതിസന്ധികളും അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് നിലമ്പൂരിൽ വനത്താൽ ചുറ്റപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പറയുന്നത്. മറിച്ച് അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത് നാടിന് മുമ്പിൽ കൂടുതൽ വ്യക്തമാകുകയാണ് എന്നുള്ളതാണ്. അത് ഈ പ്രത്യേകമായ പ്രശ്നം എന്നുള്ള നിലയ്ക്കല്ല, അതിനപ്പുറത്തേക്ക് അവരനുഭവിക്കുന്ന ജീവിതത്തിൽ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വലുതാണെന്ന് കൂടിയാണ് നിലമ്പൂർ നമ്മളോട് പറയുന്നത്. ആ കാര്യത്തിൽ സംശയമില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും പിന്നിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആ വിഷയത്തിന് രാഷ്ട്രീയ മാനങ്ങൾ വരും. അതിനപ്പുറത്തേക്ക് വിവാദങ്ങൾ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അതെല്ലാം മാറ്റി നിർത്തി ആലോചിച്ചാൽ നിലമ്പൂരിലെ ജനത ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ബിനിൽ പോത്തൻ.